നിങ്ങൾ ആരോട് അനുവാദം ചോദിച്ചിട്ട് അകത്ത് കയറിയത്? ഏമാന്റെ അപ്പന്റെ വക സ്വത്തൊന്നുമല്ലല്ലോ അനുവാദം ചോദിച്ചിട്ട് അകത്ത് കയറാൻ. ഏതൊരു വ്യക്തിക്കും ഇടയ്ക്കൊക്കെ കയറി മേയാനുള്ള അവകാശം ഇതുപോലുള്ള ഏത് സർക്കാർ ഓഫീസിലുണ്ട്. മണിയടിച്ച് വെറുതെ ഊർജ്ജം കളയണ്ട സാറേ, ആരും വരില്ല. അതിനുള്ള ഏർപ്പാട് പുറത്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറി. ഈ കോട്ട വരാത്തന്റെ കാരണം എന്താ? കാരണമുണ്ട്. എന്താണ് കാരണം? അതെ, സമയമാകുമ്പോ ബോധിപ്പിച്ചോളാം. അത് പോരല്ലോ. സാറിന്റെ ഇഷ്ടത്തിന് കച്ചവടം നടത്താനല്ലല്ലോ ഞാൻ ഈ പണി തുടങ്ങിയത്. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കേട്ടോ. നിങ്ങൾ വ്യാജമദ്യം ഉണ്ടാക്കുന്നതായും അത് നിങ്ങളുടെ ബാറിൽ തന്നെ വിൽക്കുന്നതായും ധാരാളം കംപ്ലൈന്റ്സ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്താ വന്ന് അന്വേഷിക്കാത്തത്? സൗകര്യം പോലെ വന്നാൽ അത് സാറിന്റെ ഇഷ്ടം. കഴിഞ്ഞ 10-15 ദിവസമല്ല എന്റെ ആൾക്കാർ സാറിന്റെ മുമ്പിൽ കുമ്പിട്ടിരിക്കാൻ തുടങ്ങി. കുമ്പിട്ട് മൂക്ക് തെങ്ങിട്ട് ഇങ്ങനെ ആയിപ്പോയി സാർ. അതുകൊണ്ടാ വന്നത്. ഔട്ട്, ഐ സേ ഗെറ്റ് ഔട്ട്. കണ്ട ഊച്ചാളി അബ്കാരികളോട് കാണിക്കുന്ന വേഷം കെട്ടൊന്നും എന്നോട് കാണിക്കല്ലേ. അയ്യോ, ഈയിടെ 3 ഗർഭമുറ കണ്ടുപിടിച്ച ഗർഭ ഉറയല്ലടാ, 3 ഭൂഗർഭ അറ. തന്നെ കൊണ്ട് ഇത് ബലമായി ചെയ്യിക്കാൻ അറിയാഞ്ഞിട്ടല്ല. താൻ വിചാരിക്കുന്നുണ്ടാവും തന്റെ കയ്യൊപ്പും ശീലും ഇല്ലെങ്കിൽ രവി തട്ടുംപുറം ബാറടച്ച് വീട്ടിൽ പോയിരിക്കുമെന്ന്. ഷായ്ക്ക് വേണ്ടിയുള്ള ഈ വൃത്തികെട്ട കളിയുണ്ടല്ലോ, അതെവിടം വരെ പോകുമെന്നറിയാൻ എനിക്കും താല്പര്യമുണ്ട്. ഒരാഴ്ച തട്ടുംപുറം ബാറിൽ വിളമ്പാനുള്ള മദ്യം ബ്ലെൻഡ് ചെയ്യാൻ വാസുവിന് എന്തൊക്കെ സാമഗ്രികൾ വേണ്ടിവരും? സീരിയസ് ആയിട്ട് ചോദിച്ചാൽ ശരി. അതെ, സീമമദ്യ പാചകത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചേട്ടൻ നോട്ട്ബുക്കിൽ കുറിച്ചിട്ടിരിക്കുക. അത് പോയി എടുത്തോണ്ട് വന്നാലോ? എന്തിന് എല്ലാ കോമ്പിനേഷൻസും എനിക്ക് മനപ്പാടമാണ്. ഇതാ പിടിച്ചോ, തികച്ചും പുതിയൊരു ബ്രാൻഡിന്റെ ചേരുവകൾ. 140 ഡിഗ്രി സ്പിരിറ്റ് 10 ബാരൽ, പഞ്ചസാര 1 ക്വിന്റൽ, കൊക്കോ കോള 10 കേസ്, ഒരു 6 കിലോ കുറച്ച് കപ്പലിന്റെ മുട്ടായിയുടെ പൊട്ടിച്ചിട്ടാലോ? വിവരദോഷി, നമ്മൾ പ്രഥമനല്ല മദ്യപ ഉണ്ടാക്കുന്നത്. മുകളിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്യുന്നു. വറവ് കൂടിയാൽ റം, വറവ് കുറഞ്ഞാൽ ബ്രാൻഡി, പിന്നെ ഫുഡ് ഫ്ലേവർ, കാരമൽ കളർ, ന്യൂട്രൽ ആൽക്കഹോൾ, ബ്രാൻഡി സ്കോച്ച്. ഇപ്പൊ കൊണ്ടുവരാം. എന്താ പീസറെ ഒരു അതിക്രമിച്ചു കയറ്റം? ശരീരത്തിന് നല്ല സുഖമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളിപ്പോ ഒന്ന് സല്യൂട്ട് ചെയ്തേനെ. എന്താടോ ഭായി, തട്ടുംപുറം ബാറിൽ ഒരു ആട്ടവും പാട്ടും ഒക്കെ? അത് പിന്നെ പിള്ളേര് സന്തോഷം കൊണ്ട് ആടുന്നതല്ലേ. പാവം ആ എക്സൈസ് കമ്മീഷണർ കോട്ട കൊടുത്തില്ലെങ്കിൽ കട പൂട്ടിക്കളയൂന്നാണ് മൂപ്പര് കരുതിയത്. ആളൊരു മണ്ടനാ. കൈക്കുടുന്നോണ്ട് കടല് മൂടി വയ്ക്കാൻ പറ്റുമോ എന്റെ പൊന്നു സാറേ? പിള്ളേരല്ലേ, ഒരാടട്ടെ. എന്നാൽ ബാർ അടച്ച് പൂട്ടിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കാം, പക്ഷേങ്കിൽ അറബിക്കടലിൽ നങ്കൂരിട്ടിരിക്കുന്ന കപ്പൽ പൊക്കിയാ പൊങ്ങുവോ? സാറേ, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാ നിങ്ങളിപ്പോ പറയണത്. അയാൾ അങ്ങോട്ട് വിട്ടേക്ക് മോളെ. ഈ മൂത്താഫീസർമാര് പറയും പോലെ കേട്ടില്ലെങ്കിൽ മൂപ്പരുടെ പ്രമോഷൻ പോവും, ഇൻക്രിമെന്റ് പോവും, പിന്നെ മൂപ്പര് കെട്ടിയോളം പിള്ളേരെയും വിളിച്ച് നാട് വിടണ്ടായിട്ടും വരും. അപ്പേ നിങ്ങള് വന്ന ഇടം മാറിപ്പോയി, വേറെ സ്ഥലം വിട്ടോ. എടോ കിളവ, ഉദ്ദേശിച്ച് വന്ന ജോലി ഭംഗിയായി തീർത്തിട്ട് ഈ CI മാർട്ടിൻ മടങ്ങിപ്പോവൂ. തന്റെ ഈ ഗുണ്ടായിസൊക്കെ തെരുവില് കുപ്പ വെറുക്കുന്ന കണ്ട തെണ്ടി പിള്ളേരുടെ അടുത്ത് മതി, എന്റെ അടുത്ത് വേണ്ട. ഗുണ്ടായിസോ? അതെന്തിസാടോ? മാവോയിസം, സ്റ്റാലിനിസം, ഫാസിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടക്കണ് പെരുത്ത്. താനീ പറഞ്ഞ ഗുണ്ടായിസം അതൊരു പഴയ ഏർപ്പാടല്ലേ? ദേ ആ സൂത്രവും പറഞ്ഞ് നമ്മുടെ പിള്ളേരുടെ മേത്ത് കുതിര ചേറാൻ ചെന്നാലുണ്ടല്ല, പൊട്ടാസ്യം സൈനൈഡ് കൊണ്ട് നല്ല അതിശയപ്പത്തിരി ചുട്ട് തീറ്റിക്കും തന്നെ. നിങ്ങളല്ലേ തട്ടുംപുറം ബാർ നടത്തുന്നത്? നമ്മളല്ല, അത് രവിയാണ്. ബാർ ലൈസൻസ് ആരുടെ പേരിലാണ്? അത് പണ്ട് മുതലേ നമ്മുടെ പേരിൽ തന്നെയാണ്. ലൈസൻസ് നിങ്ങളുടെ പേരില്, നടത്തുന്നത് രവി. കൊള്ളാം. അല്ല, ഇതാരാ? ഓ, പോലീസ് ക്രോസിംഗ് ആണല്ലോ. പറഞ്ഞേക്കാം, എന്റെ മോള് സുഹറ. അപ്പോ സുഹറ നിങ്ങളുടെ മോൾ, ഇവളെ വെച്ച് നടത്തുന്നത് രവി, അങ്ങനെയല്ലേ? പറയുന്നോളെ ചെയ്താനെ. ഇന്ന് വരെ എന്റെ നേരെ ഒരുത്തനും കൈപൊക്കിയിട്ടില്ല. നീ അത് ചെയ്തല്ലേ?
വെളിയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല, ആളുകൾ കൂടി തുടങ്ങി. ആ ശരി ശരി. ഏയ്, ബാപ്പയും മോളും നാളെ രാവിലെ സ്റ്റേഷനിൽ എത്തിക്കൊള്ളണം. എന്താ ഞങ്ങളുടെ ബായിയുടെ വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാണിച്ചിട്ട് രക്ഷപ്പെടാന്ന് കരുതിയോ? പൊട്ടിക്കിടാൻ കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു, വീട്ടിനകത്തേക്കൊന്നും ഞാൻ പോയില്ല. നീ ഇനി കുതിര പിരിക്കണ്ടോ? നീ ഞങ്ങളുടെ ഭായിയെ തല്ലി അല്ല. ഒരബദ്ധം പറ്റി. നമ്മുടെ സലീം ഭായിയെ തല്ലി കൊല്ലണം. പറ്റിപ്പോയി, മാപ്പ്. തൽക്കാലം നിന്നെ ആരും ഒന്നും ചെയ്യില്ല. പക്ഷേ ഈ തെരുവിന്റെ ഹൃദയത്തിലാണ് നീ മുറിവേൽപ്പിച്ചത്. ബായിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊന്നുകളെ നിന്നെ.